Hi guys, Assalamualaikum. Welcome back to our channel. It's MA Siblings Vlog. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അത് വേറെ ഒന്നുമല്ല, പിസയാണ്. എല്ലാവർക്കും എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രെഡ് പിസയാണിത്. അപ്പോൾ ഇതിൻ്റെ അമ്മ വൈകുന്നേരത്തിന് ചായക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ ഞാൻ അതൊന്ന് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കട്ടോ. അപ്പോൾ നമുക്ക് പിസ തയ്യാറാക്കാൻ വേണ്ടി നമ്മളിവിടെ 7 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ 7 പീസ് ബ്രെഡ് നമ്മൾ ഈ ബൗളിലോട്ടേക്ക് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ ഇനി നമുക്ക് 3 eggs ആണ് ആവശ്യമായത്. അപ്പോൾ നമ്മൾ ആ 3 eggs നമ്മൾ ബൗളിലോട്ടേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനാവശ്യമായ അല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. സാൾട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കുറയ്ക്കും കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. അതിനുശേഷം ഇതിലോട്ടേക്ക് 1 സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ പെപ്പർ നിങ്ങളുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്യുക. നമ്മളെടുത്തത് 1/4 സ്പൂണാണ്. ഇനി നമുക്ക് 1/2 ഗ്ലാസ് പാല് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ബാറ്ററിലോട്ടേക്ക് കട്ട് ചെയ്ത ബ്രെഡ് നമുക്ക് ഇതിലോട്ടേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് നമ്മൾ സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളൊരു പാൻ എടുത്ത് ആ പാൻ ചൂടാകുമ്പോൾ നമുക്ക് ബട്ടർ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു പാനിൽ ഉണ്ടാക്കി വെച്ച ബ്രെഡ് മിക്സ് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1 സ്പൂൺ കൊണ്ട് അതൊന്ന് ലെവലാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് സിമ്മിലാക്കി അടിച്ചു വെക്കുക. ഇതൊന്ന് കുക്കാവുന്നതിൻ്റെ ഇടയിൽ നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന വെജിറ്റബിൾ ക്യാപ്സിക്കം, ടൊമാറ്റോ, ഗ്രീൻ ചില്ലി ആൻഡ് ഒനിയൻ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പല കളറിലുള്ള ക്യാപ്സിക്കം ഇടാം. നമ്മളെടുത്ത് ഇതുള്ളൂ, അതുകൊണ്ട് നമ്മളിതിടണേ. അപ്പം നിങ്ങളെടുത്ത് മഷ്റൂമോ അങ്ങനത്തെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യുക. അപ്പം നമ്മൾ വലിയൊരു ക്യാപ്സിക്കത്തിൻ്റെ ഹാഫാണ് എടുത്തത്. അതേപോലെ ഒരു മീഡിയം സൈസ് ടൊമാറ്റോയും. പിന്നെ ഇതിലോട്ടേക്ക് നമ്മളൊരു ഹാഫ് ഓണിയനാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മളൊരു ഗ്രീൻ ചില്ലി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയും വെജിറ്റബിൾ ആണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇതൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു പരിവായിട്ടാണ് കേട്ടോ കിട്ടിയത്. അപ്പം നമ്മളെ ബ്രെഡ് പീസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ടൊമാറ്റോ സോസാണ് നമ്മൾ ആഡ് ചെയ്യണത്. അപ്പോൾ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ നിങ്ങളടുത്ത് എന്തായിരുന്നു പിസ്സ സോസ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. നമ്മളടുത്ത് ടൊമാറ്റോ സോസാണ് ഉള്ളത്. ഈ ടൊമാറ്റോ സോസ് പിസ്സ സോസ് ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് തോനെ ആഡ് ചെയ്യണം, എന്നാലും അതിൻ്റെ ടേസ്റ്റ് നല്ലോണം വരുള്ളൂ. നമുക്ക് ഇതിലോട്ടേക്ക് ഒറിഗാനോ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ 1 സ്പൂൺ ഒറിഗാനോ ഇട്ടോ എടുത്തത്. പിസയിലോട്ടേക്ക് ഒറിഗാനോ നല്ല ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഫ്ലേവർ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലോട്ടേക്ക് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം. അപ്പോൾ അതൊക്കെ എരിവിനനുസരിച്ചിട്ടാണ്. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ചീസ് ആഡ് ചെയ്യാം. ദെൻ നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഓണിയനാണ് ആഡ് ചെയ്യണത്. പിന്നെ ടൊമാറ്റോ, ക്യാപ്സിക്കം, ഗ്രീൻ ചില്ലി, ഇങ്ങനെ ഓരോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ചീസ് കൊണ്ട് നമുക്ക് മുസറല്ല ചീസ് കൊണ്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം.
മൊസറല്ല ചീസ് കുറേ ഉണ്ടെങ്കിൽ അത് കുറേ ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ് സംഭവം. നമുക്ക് ഇതിലോട്ടേക്കൊന്ന് പെപ്പറും ആഡ് ചെയ്യാം. നിങ്ങളടുത്ത് ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ആഡ് ചെയ്യുക. നമ്മൾ ചിക്കൻ ആഡ് ചെയ്തില്ല, നമ്മൾ വെജിറ്റബിൾ പിസ്സ ആണ് ഉണ്ടാക്കിയത്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് നമ്മൾ ചീസ് മെൽറ്റ് ആവണ വരെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പം നമ്മളെ ചീസൊക്കെ മെൽറ്റായി പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു പ്ലേറ്റിലോട്ടൊക്കെ മാറ്റി കൊടുക്കാം. അപ്പം നമ്മളുടെ ഈ ഒരു വെജിറ്റബിൾ പിസ്സ എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയുമാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. See you next video. Bye bye.